പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും വേണം പണം, അതിനു പകരം എനിക്കും വേണം അധികാരം എന്ന പുതിയ ഒരു പരികൽപ്പനയിലേക്ക് ഇടത് വലത് വ്യത്യാസമില്ലാതെ അതിനകത്തുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ച് ഈ പാർലമെന്ററി ജനാധിപത്യ വ്യാമോഹങ്ങളിൽ കുടുങ്ങി ഒടുങ്ങി ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന വളരെ അപഹാസ്യമായ പരിഹാസ്യമായ കാഴ്ചയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള നാളുകൾ മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്ത് നിന്ന് അധികാരത്തിന്റെ അനന്തമായ വിശാല ലോകം അവസാന ശ്വാസം വരെയും അധികാരിയായിരിക്കണം. അധികാരത്തിന്റെ സകല സൗഭാഗ്യങ്ങളോടും കൂടി അവസാന ശ്വാസം വരെ ഇരിക്കണമെന്ന് തീരുമാനിച്ച ആളുകളെ ആദ്യം നോക്കാം. ആയിഷ പോറ്റി, ജി സുധാകരൻ, അതുപോലെ പി കെ ശശി, എ സുരേഷ്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇത്തരം ആളുകളൊക്കെ എന്തിനാണ് ഈ ചെങ്കൊടി പ്രസ്ഥാനം വിട്ടു പോകുന്നത്? അത് ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ തുല്യ തീവ്രതയാർന്ന തെറ്റാണ് പി കെ ശ്യാമള എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ എം.എൽ.എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വഴി CPM ചെയ്തത്. പി കെ ശ്യാമള എന്ന് പറയുന്ന മഹത് വനിതയല്ലാതെ മറ്റൊരാളും അവിടെ ഇല്ലേ? എന്തിനാണ് ഇമാതിരി കാര്യങ്ങൾ ചെയ്ത് ഈ പാർട്ടി തരം താഴുന്നത്? എന്തിനാണ് ഇത്തരം ഈ രീതിയിൽ സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും എല്ലാം കൂത്തരങ്ങായ വലതുപക്ഷ പാർട്ടികളുടെ അതേ മാതൃക പിന്തുടർന്ന് സ്വയം അപഹാസ്യരാകുന്നത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്താണ്? വരാനിരിക്കുന്ന വിപ്ലവ വസന്തത്തിന് മുന്നോടിയായുള്ള ചില എന്താ പറയാ ചുവടുവെപ്പുകൾ മാത്രമാണ് പാർലമെന്ററി ജനാധിപത്യം, അല്ലെ? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിൽ ആ പാർട്ടിയുമായി ഒരുപാട് കാലം പ്രവർത്തിച്ച മറ്റ് അനേകം വ്യക്തികളില്ലേ? ഇന്നിപ്പോൾ പുറത്തുപോയ ടി.കെ. ഗോവിന്ദനെ പോലുള്ള വ്യക്തികൾ, അവരെയൊക്കെ ഒന്ന് പരിഗണിച്ചുകൂടെ? എന്തിനാണ് ഇത്തരം കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന സമയത്ത് CPM പോലുള്ള ഇടതുപക്ഷ വിപ്ലവ പാർട്ടികൾ സ്വീകരിക്കുന്നത്? തെറ്റല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അവരുടെ ജനിതക രൂപമാണ്, ജന്മ സ്വഭാവമാണ്, ജന്മ വൈകൃതമാണ്. അധികാരത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനും വേണ്ടി കൂട്ടം കൂടിയ ഒരു വിഭാഗം അല്ല കോൺഗ്രസ്. അവർ അധികാരത്തിന്റെ ആൾരൂപം, അധികാരത്തിന്റെയും സ്വാർത്ഥതയുടെയും അഴിമതിയുടെയും ആൾരൂപങ്ങളാവാൻ വേണ്ടി മാത്രമാണ് മത്സരിച്ചത്. അത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്രയും ഭീകരമായ അപജയത്തിലേക്ക് നിപതിച്ചു എന്നതിന്റെ കണക്കെടുപ്പ് മാത്രം നടത്തിയാൽ മതി. അപ്പോൾ അവർക്ക് അധികാരം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വേണ്ടിയുള്ള ഒരു ഇടമാണെങ്കിൽ അതേ പാതയിലൂടെ എന്തിനാണ് CPM നേതാക്കൾ സഞ്ചരിക്കുന്നത്? അപ്പോൾ അവിടെ ഗുരുതരമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രപരമായ അപജയം സംഭവിക്കുന്നില്ലേ? ഇന്ന് പാർട്ടി വിട്ടുപോയ ടി.കെ. ഗോവിന്ദനെ ന്യായീകരിക്കുന്നില്ല. അവിടെ പയ്യന്നൂരിൽ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥിയെയും പരിഗണിച്ചല്ല സംസാരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത്തരം ചില ഉയർന്ന പ്രത്യയശാസ്ത്ര ബോധം പ്രകടിപ്പിക്കാനുള്ള ചരിത്രപരമായ ഒരു സന്ദർഭത്തിലാണ് ഇമാതിരി കോപ്രായങ്ങൾ CPM കാണിച്ച് സ്വയം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ഈ പാർട്ടിയെയും അതിനെ സ്നേഹിക്കുന്ന എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളെയും വലിച്ചിഴപ്പിച്ചത് എന്നതിൽ അതിയായ ദുഃഖമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ സ്വന്തം വികസന നേട്ടങ്ങൾ കൊണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് മഹാജാലം തീർത്ത ഒരു ഗവൺമെന്റിന്റെ പിന്തുടർച്ച ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്.
ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ്. അതൊക്കെ സത്യമാണെന്നിരിക്കെ അനാവശ്യമായ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.